പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം ഇത്രയടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവർ എൻ്റെ അടുക്കലേക്ക് വരും. എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. യോഹന്നാൻ 6:37. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോയെ, ഈ പരിശുദ്ധമായ അൽത്താരയിൽ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോട് കൂടെയായിരിക്കാൻ അങ്ങ് സ്വയം ചെറുതായി ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തെ, കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയൊരു വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണം. ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ച് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക്, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, നിയോഗങ്ങളെ, ആത്മീയ ഭൗതിക മേഖലകളെ ഈശോയെ സമർപ്പിക്കുന്നു. ഉപജീവന മാർഗങ്ങളെ, തൊഴിൽ മേഖലകളെ, പഠന മേഖലകളെ സമർപ്പിക്കുന്നു. രോഗാവസ്ഥകളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, ഞെരുക്കത്തിൽ കഴിയുന്നവരെ, വിവാഹത്തിന്, തൊഴിലിന് തടസ്സം അനുഭവിക്കുന്നവരെ, കുടുംബ സമാധാനമില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഭാരം മൂലം ഞങ്ങൾ ക്ലേശിക്കുന്നു. ഈശോയെ, വിശുദ്ധ മത്തായി സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യോഹന്നാൻ 6:37. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയില്ല. ഈശോയെ, ആ വലിയ ബോധ്യത്തിലായിരുന്നു ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും, ക്ലേശങ്ങളെയും, ദുഃഖങ്ങളെയും, ദുരിതങ്ങളെയും, ആകുലതകളെയും, സങ്കടങ്ങളെയും, ഉൾഭയത്തെയും, ഞങ്ങളുടെ സന്തോഷങ്ങളെയും നന്മകളെയും എല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെയുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ കുരിശിൽ മരിച്ച് 3-ാം നാൾ ഉദ്ധിതനായതിനു ശേഷം തൻ്റെ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം തോമസ് അവരോട് കൂടെയായിരുന്നപ്പോൾ
ഈശോ അവരുടെ മധ്യേ നിന്നുകൊണ്ട് തോമസിനോടായി പറയുകയാണ്, ജീവിതത്തിൽ ഭയപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോയ തോമാശ്ലീഹ, ആ തോമാശ്ലീഹയുടെ വിശ്വാസത്തെ പ്രതി ഈശോ അവനെ ശക്തിപ്പെടുത്തുകയാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, ഏകാന്തതയിൽ തളരുമ്പോൾ, എല്ലാവരാലും അവഗണിക്കപ്പെടുമ്പോൾ, എത്ര അധ്വാനിച്ചിട്ടും വിലയില്ലാതായി പോകുമ്പോൾ, എത്രമാത്രം കഷ്ടപ്പെടുമ്പോഴും ഒരു മേൽഗതി ഇല്ലാതെ പോകുമ്പോൾ, ഈശോയെ അങ്ങേ പരിശുദ്ധമായ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തോമായെ പോലെ അങ്ങയെ സ്നേഹിച്ച്, ആഗ്രഹിച്ച്, ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണം. തോമസിന്റെ വാശി, തോമസിന്റെ വിശ്വാസദാർഢ്യം അതൊരു പ്രാർത്ഥനയായി ഉയരുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ, ഒറ്റപ്പെടലിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ഉറച്ച വിശ്വാസ ബോധ്യമാണ് വിശുദ്ധ തോമാശ്ലീഹായ്ക്ക്. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന ഉറച്ച വിശ്വാസം, ജീവൻ പോലും പകുത്തു കൊടുക്കുന്ന വിശ്വാസത്തിനുടമയാണ് തോമാശ്ലീഹ. ആ വിശുദ്ധനോട് അദ്ദേഹത്തിന് മാത്രം യേശുവിന്റെ പ്രത്യക്ഷം കാണാതെ വന്നപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, എൻ്റെ കർത്താവിൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കാതെ, മുറിവ് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ഈശോ ഉദ്ധിതനായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വരും, എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എൻ്റെ ജീവിതത്തെ തൊട്ട് സുഖപ്പെടുത്തുമെന്ന ഉറച്ച ബോധ്യം. ഈശോയെ, അതേ ബോധ്യത്തോടെ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ ദൈവമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഈശോയെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നിയോഗങ്ങളിലേക്ക്, മാനസിക ശാരീരിക അവസ്ഥകളിലേക്ക് ഈശോയെ അങ്ങ് എഴുന്നള്ളി വരണമേ, ഇടപെടണമേ, പ്രവർത്തിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ യാചിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഓരോ നിമിഷങ്ങളിലായി പങ്കുചേരുന്ന ഓരോ വ്യക്തികളെയും, അവരായിരിക്കുന്ന ഭവനത്തെയും അന്തരീക്ഷത്തെയും അങ്ങേ വചനത്തിന്റെ അധികാരത്താൽ വിശുദ്ധീകരിക്കണമേ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈശോയെ, പരിപൂർണതയിൽ സമർപ്പിക്കുന്നു, ഒന്നും മാറ്റിവെക്കാതെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, നിയോഗങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, വിശുദ്ധ കുരിശന്റെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം സമർപ്പിക്കുമ്പോൾ അവയ്ക്കെതിരെ വരുന്നു, അവയെ സ്വാധീനിക്കുന്ന, അവയെ അലട്ടുന്ന, അവയെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും, എന്നെയും എൻ്റെ കുടുംബത്തെയും അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും, അന്ധകാര ശക്തികളെയും, കെട്ടുകളെയും, ബന്ധനങ്ങളെയും, മദ്യപാനത്തിൻ്റെ, ലഹരി വസ്തുക്കളുടെ, ജഡികാസക്തിയുടെ ദുരാത്മാക്കളെ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ആഭിചാരത്തിൻ്റെ, ക്ഷുദ്രവിദ്യയുടെ, കൈവശത്തിൻ്റെ ദുരാത്മാക്കളെ ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ, പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ, നിത്യകന്യക പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ, മധ്യസ്ഥതയിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിൻ കീഴിലേക്ക് ആട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുന്നു.
നിത്യനരകത്തിലേക്ക് ഈ പ്രാർത്ഥനയിൽ പലയിടങ്ങളിലായി പല സമയങ്ങളിലായി പങ്കുചേരുന്ന ഓരോ വ്യക്തികളിൽ നിന്നും വിട്ടുപോകണമെന്ന് യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ശാസിക്കുന്നു, കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 44-41 മുതലുള്ള തിരുവചനങ്ങളെ പ്രകാരമുള്ള പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചെന്നാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ വിശ്വാസത്തോടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ നിൻ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.